അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഹോട്ടലിലൊരു തട്ടിക്കൊട്ട് പണിയാണ് കേട്ടോ. നമുക്ക് പിറ്റേ ദിവസം ഹോട്ടൽ ഓപ്പൺ അല്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുക. എത്ര ഞങ്ങൾ റെഡിയാക്കി വെച്ചാലും പിന്നെ അത് അങ്ങനെയാവും കേട്ടോ. എന്നാലും ഒരു സമാധാനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും കേട്ടോ. പിന്നെ പറഞ്ഞാൽ രാവിലെ നമ്മൾ വന്നിട്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് മക്കളെത്തുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പണികളാണ് ഉണ്ടാവുക. അടിക്കലും തുടയ്ക്കലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാനും അനിഷാനും വിചാരിച്ചു ഇന്ന് ആകെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ സെറ്റായി കേട്ടോ. തുടങ്ങിയപ്പോൾ കുറച്ച് പണിയുള്ളായിരുന്നു, പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടാൻ കുടുങ്ങിയിട്ടോ ഞങ്ങൾ. എന്തായാലും ഹോട്ടലൊക്കെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ പണികളൊക്കെ തുടങ്ങിയത്. എന്തായാലും എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനും അനീഷേട്ടനുമാണ് കേട്ടോ ഉള്ളത്. അനീഷയുടെ പുറത്തുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോറൊക്കെ അടിക്കലും കഴുകലൊക്കെ ആയിരുന്നു. അടുക്കളയിലത് ഞാനും അങ്ങോട്ട് ഏറ്റിട്ടോ. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭരണിയില്ലേ, ഇതിലാണ് കേട്ടോ ഞങ്ങൾ കല്ലുപ്പിട്ട് വെക്കൽ. നമുക്ക് അപ്പുറത്ത് താത്ത തന്നതാണ്. നല്ല രസമല്ലേ അത് കാണാൻ. ഇനി ഇതിൻ്റെ അടിയിൽ ഷീറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. ഇനി പുതിയ ഷീറ്റൊക്കെ വെക്കണം. ആ വെള്ളം ഉണങ്ങിയിട്ട് വേണം കേട്ടോ വെക്കാൻ. അങ്ങനെ ഇതാ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി പിറ്റേന്ന് വന്ന് തീ കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു സുഖം പറയണ്ട അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യണ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നമ്മൾ കൊണ്ടു നടക്കൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഓക്കേ.